ഈ വീഡിയോയിൽ നമ്മൾ ഡീല് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻസിയേഷൻ പഠിക്കുന്നതിന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കേണ്ട കുറേ കാര്യങ്ങൾ. ഓക്കെ, അതിനെയാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. നോർമലി ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ ഒരു ഫങ്ഷൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സപ്പോസ് എനിക്കൊരു ഫങ്ഷൻ ഉണ്ട്. ഫങ്ഷന് y ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 എന്നാണ് എൻ്റെ ഫങ്ഷൻ. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോർമാറ്റ് എന്താണ്? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഇതെന്താണ്? ഡിഫറൻസ് ഇൻ y ആണ്. ഡിഫറൻസ് ഇൻ y ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ x. സോ ഇതിനെ ഡെൽറ്റ എക്സ് സീറോയോട് അടുക്കുമ്പോൾ അതിനെ ലിമിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് ഡിഫറൻസിയേഷൻ കിട്ടുന്നത്? dy ബൈ ഡി എക്സ്. അതൊരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് dy ബൈ ഡി എക്സ് കിട്ടുന്നത്. സോ ഇവിടെ നമ്മുടെ ഫങ്ഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 എന്നുള്ളതാണ് നമ്മുടെ ഫങ്ഷൻ. ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം dy ബൈ ഡി എക്സ് എന്ന് എഴുതും. അല്ലെങ്കിൽ ഇതിനെ y ഡാഷ് എന്നും റെപ്രസെന്റ് ചെയ്യാം. എയ്തർ dy ബൈ ഡി എക്സ് അല്ലെങ്കിൽ എന്താണ് y ഡാഷ്. രണ്ടും സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഈ മുകളിൽ കിടക്കുന്ന നമ്പർ നമ്മൾ ആദ്യം എഴുതും 2, പിന്നെ എക്സ് എഴുതും. എക്സ് റേസ് ടു 2 മൈനസ് 1. ആ നമ്പറിൽ നിന്ന് 1 കുറയ്ക്കും. അപ്പോൾ എത്രയാണ്? 2 മൈനസ് 1 1 പ്ലസ് 2 ഇൻറ്റു എക്സിൻ്റെ റേസ് ടു 1 ഉണ്ട്. 1 എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് 1 0 പ്ലസ് ഇവിടെ എന്താണ്? എക്സ് റേസ് ടു 0 ആണ്. പക്ഷെ 3 ഇൻറ്റു 0 എക്സ് റേസ് ടു 0 മൈനസ് 1 മൈനസ് 1. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? ഇത് 2x ആണ്. പ്ലസ് എക്സ് റേസ് ടു 0 എന്താണ്? 1 ആണ്. പക്ഷെ 2 ഇൻറ്റു 1 എന്ന് വരും, വിച്ച് ഇസ് 2 പ്ലസ് 3 ഇൻറ്റു 0 എന്താണ്? 0. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കുറേ റൂൾസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു കോൺസ്റ്റന്റിന്റെ ഡിഫറൻഷ്യൽ, കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. ലൈക്ക് 2, 3, -1, 1.5, 0.005, 7/8. ഇത് മാത്രമായിട്ട് നിൽക്കുവാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 0 ആണ്. ഡി സി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എക്സ്, ഈ നമ്പറിൻ്റെ കൂടെ എക്സ് ഉണ്ട്. എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? 1 എന്ന് വെച്ചാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു നമ്പർ, എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എത്രയാണ്? 1 ആണ്. ഓക്കെ, ക്ലിയർ? ഇവിടെ 2 വന്നു. നോക്കിക്കേ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് അതാണ് വന്നത്. 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഇത് എന്തായി? ക്യാൻസൽ ആയി, 1 ആയിപ്പോയി. ക്ലിയർ? സോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കുറേ റൂൾസ് പഠിക്കാൻ പോവാണ്. എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ റൂൾസ്. സപ്പോസ് y ഈക്വൽ ടു എക്സ് റേസ് ടു 10 ആണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻഷ്യൽ y ഡാഷ് അല്ലെങ്കിൽ dy ബൈ ഡി എക്സ് എന്തായിരിക്കും? മണ്ടയ്ക്ക് എടുക്കുന്ന നമ്പർ അതുകൂട്ട് തന്നെ എടുത്ത് എഴുതണം. 10 എക്സ് റേസ് ടു, അതിൽ നിന്നൊന്ന് കുറയ്ക്കണം, 9. ഇപ്പം എക്സ് റേസ് ടു 20 ആയിരുന്നല്ലോ, ആൻസർ എത്ര വന്നേനെ? 20 എക്സ് റേസ് ടു 19 വന്നേനെ, 20 മൈനസ് 1. ക്ലിയർ? ഇനി y ഈക്വൽ ടു എക്സ് റേസ് ടു n ആണെങ്കിൽ, y ഈക്വൽ ടു എക്സ് റേസ് ടു n ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യൽ എത്ര ആയിരിക്കും? dy ബൈ ഡി എക്സ്. ഡിഫറൻഷ്യൽ n എക്സ് റേസ് ടു n മൈനസ് 1 ആയിരിക്കും. ഓക്കെ, n എക്സ് റേസ് ടു n മൈനസ് 1 ആയിരിക്കും. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരിക, y ഈക്വൽസ് 20 എക്സ് റേസ് ടു 20. ഇതെങ്ങനെ ചെയ്യും? dy ബൈ ഡി എക്സ് ഈക്വൽ ടു, ഈ ആദ്യത്തെ നമ്പർ അതുകൂട്ട് തന്നെ എഴുതും, 20 ഇൻറ്റു, ഇനി നമ്മൾ ഇതിൻ്റെയാണ് ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? 20 ഇൻറ്റു എക്സ് റേസ് ടു
19 ആണ്. 20 ഇൻറ്റു എക്സ് റേസ് ടു 19 വിച്ച് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 20 400 എക്സ് റേസ് ടു 19. ഇതാണ് ആൻസർ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. ഓക്കെ, ആ നമ്പർ ഏതെങ്കിലും ഒരു നമ്പർ എക്സിൻ്റെയോ എക്സിൻ്റെ പവറിൻ്റെയോ ഫ്രണ്ടിൽ വരുവാണെങ്കിൽ അത് അതുപോലെ തന്നെ എഴുതും, എന്നിട്ട് ബാക്കി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ തരുവാണ്. y ഈക്വൽസ് 7/8 എക്സ് റേസ് ടു 8 പ്ലസ് 2x raised to 5 plus 0.5x സ്ക്വയർ പ്ലസ് 3. എനിക്ക് ഇതിൻ്റെ ഡിഫറൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിളാണ്. dy/dx ഈക്വൽസ്, ഈ നമ്പർ അതുപോലെ തന്നെ എടുത്ത് എഴുതും, 7/8. അടുത്തെന്താണ്? എക്സ് റേസ് ടു 8ൻ്റെ ഡിഫറൻഷ്യൽ ഇൻറ്റു 8x raised to 7 പ്ലസ് ഈ 2 അതുപോലെ തന്നെ എടുത്ത് എഴുതും, 2 ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? ഇൻറ്റു 5x raised to 4 പ്ലസ് 0.5 ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? 2 ഇൻറ്റു എക്സ് റേസ് ടു 1. എക്സ് റേസ് ടു 1 നമ്മൾ നോർമലി എഴുതത്തില്ല, പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യൽ 0. ഇത് തീർന്നില്ല, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. ഈ 8 ക്യാൻസലായി പോവും. അപ്പോൾ 7x റേസ് ടു 7 പ്ലസ് 5 ഇൻറ്റു 2 10 എക്സ് റേസ് ടു 4 പ്ലസ് 0.5 ഇൻറ്റു 2 എത്ര കിട്ടും? 1 കിട്ടും. 1x, 1 എഴുതണ്ട, എക്സ്. സോ ഇതാണ് ആൻസർ. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു പ്രോബ്ലം തരാം, തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. 7x റേസ് ടു 4 പ്ലസ് 1/2x സ്ക്വയർ പ്ലസ് 4x മൈനസ് 200. ഓക്കെ, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇതെന്താണ്? ഡെറിവേറ്റീവ് എടുക്കുക, dy/dx. 7 എന്താണ്? അതുപോലെ തന്നെ എഴുതും, 7 ഇൻറ്റു 4x റേസ് ടു 3 പ്ലസ് 1/2 അതുപോലെ എഴുതും, 1/2 ഇൻറ്റു 2x പ്ലസ് 4 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 0. അപ്പോൾ ആൻസർ എന്താ വരും? വിച്ച് ഈസ് ഈക്വൽ ടു 7 4 എത്രയാണ്? 28 എക്സ് റേസ് ടു 3 പ്ലസ് ഈ 1/2ൻ്റെ ഈ 2 2 ക്യാൻസൽ ആയി പോകും, അപ്പോൾ എക്സ് പ്ലസ് 4. ഇതാണ് ആൻസർ. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഫോമിലോട്ട് പോവുകയാണ്. ഓക്കെ, വളരെ സിമ്പിളാണ്. y ഈക്വൽ ടു √x. y ഈക്വൽ ടു √x. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. എക്സ് റേസ് ടു 1/2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. y ഈക്വൽ ടു √xനെ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ dy/dx എന്ത് വരും? 1/2, മണ്ടയ്ക്കുള്ള നമ്പർ അതുകൂട്ട് തന്നെ എഴുതണം, 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 മൈനസ് 1 അല്ലേ? 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 മൈനസ് 1 എത്രയാണ്? 1/2 മൈനസ് 1 ഈക്വൽസ് 1/2 മൈനസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും 2/2 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1/2. അപ്പോൾ എക്സ് റേസ് ടു മൈനസ് 1/2 വന്നു. ഇതെന്ന് വെച്ചാൽ 1 മൈനസ് വരുന്നത് നമുക്ക് താഴോട്ട് എഴുതാം ഇല്ല, നമ്മൾ മീറ്റർ പെർ സെക്കൻഡിനെ മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 1 എന്ന് എഴുതിയില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഇത് താഴോട്ട് വരും, 2x റേസ് ടു 1/2 എന്ന് വരും. അപ്പോൾ എക്സ് റേസ് ടു 1/2 എന്ത് വരുന്നു? √x ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 √x. √xന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടി? 1/2 √x എന്ന് കിട്ടി. സോ √xന്റെ ഡെറിവേറ്റീവ് 1/2 √x. ക്ലിയർ? സോ അതുപോലെ തന്നെ നമ്മൾ കുറേ ഫങ്ഷൻസ് പഠിക്കും, കുറേ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. നിങ്ങൾ 11th +1 കുറേ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ജനറലി 6 ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? സോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മുടെ ഫങ്ഷൻ
വൈ ആണ്. ഓക്കെ, വി ഹാവ് എ ഫങ്ഷൻ. നമ്മുടെ ഫങ്ഷൻ എന്താണ്? വൈ ആണ്. ദെൻ ഇതിന്റെ ഡെറിവേറ്റീവിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡി വൈ ബൈ ഡി എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ എഴുതാം എന്നാണ് അതിന്റെ മീനിങ്. എക്സ് റേസ് ടു എൻ, വൈ ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്താണ്? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. ഫോർ എക്സാമ്പിൾ എക്സ് റേസ് ടു 10 ആണെങ്കിൽ 10 എക്സ് റേസ് ടു 10 മൈനസ് 1, സോ 9 എന്ന് വരും. ഓക്കെ, 10 എക്സ് റേസ് ടു 9. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെതാണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ഇത് ജനറലി വരുന്നത് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് ഇൻറ്റു അകത്ത് കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ്, എക്സിന്റെ ഡെറിവേറ്റീവ് അത് എത്രയാണ്? 1. അതുകൊണ്ടാണ് ഇത് സിംപ്ലി കോസ് എക്സ് എന്ന് എഴുതുന്നത്. ഇനി കോസ്, ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, സൈൻ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത് നമുക്ക്. സൈൻ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതും? സൈനിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ആണ്. കോസ് ആ അകത്ത് കിടക്കുന്ന അതുപോലെ തന്നെ എഴുതും, എക്സ് സ്ക്വയർ ഇൻറ്റു അകത്ത് കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് 2x. ഇതാണ് സൈൻ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. മനസ്സിലായോ? ഓക്കെ, സോ ഈ ഭാഗം നമുക്ക് വേണ്ടാത്തതാണ്. ഇനി കോസ് എക്സിന്റെ ഡെറിവേറ്റീവ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, ഇത് അതുപോലെ തന്നെ പഠിക്കണം, ഇക്വേഷൻസ് ഒക്കെ അതുപോലെ തന്നെ പഠിക്കണം. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. ഓക്കെ, സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. ഓക്കെ, ഇനി കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് അടുത്തത് വേണ്ട കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് ആണ്. മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് ആണ് കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നെക്സ്റ്റ് കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ്. കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്, മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് കൊസീക്ക് സ്ക്വയർ എക്സ് വന്നത്. കൊസീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ്, അകത്ത് കിടക്കുന്ന ഏതാണോ അതിന്റെ ഡെറിവേറ്റീവും കൂടി വേണം. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കഴിഞ്ഞു. സൈന്, കോസ്, ടാന്, സീക്ക്, കൊസീക്ക്, കോട്ടെക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പഠിക്കുന്നത് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അടുത്തത് പഠിക്കും ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ? നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് അടുത്ത സെഷനിലോട്ട് പോവുക. ഓക്കെ, ഞാനൊരു ഫംഗ്ഷൻ തരുവാണ്. y ഈക്വൽസ് സൈൻ എക്സ് മൈനസ് കോട്ട് എക്സ്. എനിക്കിതിൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെറിവേറ്റീവിന് എന്ത് കൊടുക്കും? ഡി വൈ ബൈ ഡി എക്സ് ചെയ്യും. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ആണ്. ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. മൈനസ് കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് ആണ്. അപ്പം മൈനസ് കൊസീക്ക്, അവിടെ ഒരു മൈനസ് വരും. ആ മൈനസും ചേർന്നിട്ട് അതെനിക്ക് പ്ലസ് ആക്കാം. അപ്പം പ്ലസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആൻസർ. ക്ലിയർ? വേറൊരു പ്രോബ്ലം കൂടി ചെയ്യാം. y ഈക്വൽസ് കൊസീക്ക് ഓഫ് കോട്ട് ഓഫ് റൂട്ട് എക്സ്. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് കാണണം. ഡി വൈ ബൈ ഡി എക്സ് കൊസീക്കിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് ആണ്. മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ്. എക്സിന്റെ ഭാഗത്ത് എന്താണ്? ഇത്രയും വാല്യൂ അതുപോലെ തന്നെ എഴുതണം.
ഓക്കെ, മൈനസ് കൊസീക് ഇൻറ്റു കോട്ട്, അത് അതുപോലെ തന്നെ എടുത്തെഴുതണം, കോട്ട് ഓഫ് റൂട്ട് എക്സ്. ക്ലിയർ? മൈനസ് കൊസിക് എക്സ്, എക്സിന്റെ ഭാഗത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? ഇത്രയും വലിയ നമ്പറാണ്, ഇതാണ് ഇത്രയും കിടക്കുന്നത്, അത് അതുപോലെ തന്നെ ഇതാണ് കൊസിക് എക്സ് കോട്ട് എക്സ്. ഓക്കെ, അതുപോലെ തന്നെ എടുത്തെഴുതണം. ഇനി അപ്പൊ കൊസിക്കിന്റെ കഴിഞ്ഞു, നമ്മൾ ഇനി അടുത്ത അകത്തോട്ട് വരും. ഇൻറ്റു അകത്ത് കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അകത്തോട്ട് വരുമ്പോൾ കോട്ടിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കൊസീക് സ്ക്വയർ ആണ്. അപ്പൊ ഒരു മൈനസ് ഇവിടെ വരും. ആ മൈനസ് നോക്കിക്കേ, ആദ്യം ഒരു മൈനസ് ഉണ്ട്. അപ്പൊ ഈ മൈനസും ആദ്യത്തെ മൈനസും കൂടി ചേർത്തിട്ട് എനിക്കത് പ്ലസ് ആകും, ഇത് പ്ലസ് ആകും. മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്, കൊസീക് സ്ക്വയർ എക്സ് ആണ്. നോക്കിക്കേ, ഇവിടെ അകത്ത് എക്സിന്റെ ഭാഗത്ത് എന്താണ്? റൂട്ട് എക്സ് ആണ് കിടക്കുന്നത്. അപ്പൊ അവിടെ റൂട്ട് എക്സ് എഴുതണം. തീർന്നില്ല, ഇൻറ്റു കോട്ടിൻ്റെത് കഴിഞ്ഞു, ഇനി അകത്തോട്ട് വരും. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ്, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ക്ലിയർ? ഇത്രയുമാണ് ആൻസർ. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം, അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. y ഈക്വൽസ് സൈൻ ഓഫ് cos of tan 2 root x plus 3. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കിക്കേ, നമ്മൾ ഡെറിവേറ്റീവ് എഴുതും, dy/dx എഴുതും. സൈനിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. എക്സിന്റെ ഭാഗത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്, അപ്പൊ അത് അതുപോലെ തന്നെ എഴുതും. ഇൻറ്റു കോസ് ഓഫ് ടാൻ ഓഫ് 2 റൂട്ട് എക്സ് പ്ലസ് 3. ഓക്കെ, അത് അതുപോലെ തന്നെ എടുത്ത് എഴുതിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി സൈനിൻ്റെത് കണ്ടു, ഇനി അകത്തോട്ട് വരും. എന്താണ്? കോസിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു കോസിന്റെ ഡെറിവേറ്റീവ്. കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. അപ്പൊ ഇൻറ്റു മൈനസ് സൈൻ എക്സ്. അപ്പൊ ഈ മൈനസ് എനിക്ക് ആദ്യം കൊണ്ട് എഴുതാം, ഞാൻ ആ മൈനസ് ആദ്യം ഇട്ടു. ഇൻറ്റു മൈനസ് സൈൻ എക്സ്. അവിടെയും എന്താണ്? കോസിന്റെ ഇത്രയും ഉണ്ട് എക്സിന്റെ ഭാഗത്ത്, അപ്പൊ അത് അതുപോലെ തന്നെ എടുത്തെഴുതും. ടാൻ ഓഫ് 2 റൂട്ട് എക്സ് പ്ലസ് 3. ക്ലിയർ? തീർന്നില്ല, ഇവിടെ വരെ കഴിഞ്ഞുള്ളൂ. ഇനി അകത്തോട്ട് വരും. ടാനിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ. സീക്ക് സ്ക്വയർ ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന അതുപോലെ തന്നെ എടുത്തെഴുതും. 2 റൂട്ട് എക്സ് പ്ലസ് 3. തീർന്നില്ല, ഇനി അകത്ത് കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് 2 റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. 3യുടെ ഡെറിവേറ്റീവ് 0. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. ഇത്രയുമാണ് ആൻസർ. ഓക്കെ, സോ ഇതിനെ ചെയിൻ റൂൾ എന്ന് പറയും. നമ്മൾ അകത്തോട്ട് ചെയ്ത് പോകുന്നതിനെ പറയുന്ന പേരാണ് ചെയിൻ റൂൾ. ഓക്കെ, ഇതിന്റെ റൂള് എന്നൊന്നും പേരൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ജസ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഓക്കെ, സോ ഇതുവരെ നമ്മൾ ഡീല് ചെയ്ത് എന്താണ്? സം ആണ്. ഓക്കെ, രണ്ട് ഫങ്ഷൻസിന്റെ സം എന്ന് വെച്ചാൽ y ഈക്വൽ ടു ആദ്യം ഒരു ഫംഗ്ഷൻ കാണും, രണ്ടാമതൊരു ഫംഗ്ഷൻ കാണും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ, അതിൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ. ഈ ഒരു ഫോമാണ് നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് y ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഇൻറ്റു വേറൊരു ഫംഗ്ഷൻ. ഓക്കെ, y ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഇൻറ്റു വേറൊരു ഫംഗ്ഷൻ. അതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. അതിനെ നമ്മൾ ചെയ്യുന്നത് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെ നമ്മൾ ചെയ്യുന്നത് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ആദ്യം ഒരു ഫംഗ്ഷൻ കാണും, രണ്ടാമതൊരു ഫംഗ്ഷൻ കാണും, അതിനെയാണ് പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ ഫംഗ്ഷനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കും, രണ്ടാമത്തെ ഫംഗ്ഷനെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, ആദ്യത്തെ ഫംഗ്ഷനെ ഫസ്റ്റ് ഫംഗ്ഷൻ, രണ്ടാമത്തെ ഫംഗ്ഷനെ സെക്കൻഡ് ഫംഗ്ഷൻ. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? പ്രൊഡക്റ്റ് റൂൾ ആണ്. ഓക്കെ, dy/dx. പ്രൊഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ.
ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. പ്രോഡക്റ്റ് റൂൾ പഠിച്ചോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. ഒരു പ്രോബ്ലം ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകും y ഈക്വൽസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ പ്ലസ് അല്ല, പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഡി വൈ ബൈ ഡി എക്സ്. ഇതിൻ്റെ അകത്ത് ഏതാണ് ആദ്യത്തെ ഫംഗ്ഷൻ? എക്സ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? സൈൻ എക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്, ഡെറിവേറ്റീവ് ഓഫ് ദി സൈൻ എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. ഇത്രയേ ഉള്ളൂ ആൻസർ. എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഇതാണ്, y ഈക്വൽസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പം പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുവാണ്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണ്? കോസ് എക്സ്. കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, വിച്ച് ഈസ് ഈക്വൽസ് മൈനസ് ആദ്യം പോവും. മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ്. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്താൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. ഇതാണ് ആൻസർ. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ഫോമിലോട്ട് പോവുകയാണ്. y ഈക്വൽസ് സൈൻ ഓഫ് ടാൻ 2x ഇൻറ്റു കൊസീക് റൂട്ട് എക്സ്. ഇതാണ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. അല്ലാതെ സൈൻ ഒരു ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷൻ, ഇത് വേറൊരു ഫംഗ്ഷൻ, ഇത് വേറൊരു ഫംഗ്ഷൻ, അങ്ങനല്ല. സൈനിൻ്റെ അകത്ത് എന്തെങ്കിലും കാണും, അത്രയും കൂടി ചേർത്തിട്ടാണ് ഒരു ഫംഗ്ഷൻ. അതുപോലെ തന്നെ കൊസീക്കിൻ്റെ അകത്തും കാണും. എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും അകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കാണും. അതിനെയാണ് ഒരു ഫംഗ്ഷനായിട്ട് എടുക്കേണ്ടത്. സോ y ഈക്വൽ ടു സൈൻ ഓഫ് ടാൻ 2x ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, കൊസീക് ഓഫ് റൂട്ട് എക്സ് ആണ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഡി വൈ ബൈ ഡി എക്സ്. നമുക്ക് എന്താണ് ഇവിടെ? പ്രൊഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഈ ആദ്യത്തെ അതുപോലെ തന്നെ എടുത്ത് എഴുതി വെക്കും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്. ഇനി ഇതിൻ്റെ മാത്രമായിട്ട് ഡെറിവേറ്റീവ് നിങ്ങൾക്ക് കാണാൻ അറിയാം. എന്താണ് അതിൻ്റെ ഡെറിവേറ്റീവ്? മൈനസ് കൊസീക് റൂട്ട് എക്സ് ഇൻറ്റു കോട്ട് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ടു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് കഴിഞ്ഞു. ഇനി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എഴുതും. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? കൊസീക് റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. ആദ്യത്തെ ഡെറിവേറ്റീവ് സൈൻ ടാൻ 2xൻ്റെ ഡെറിവേറ്റീവ് അതെന്താണ്? കോസ് ടാൻ 2x ഇൻറ്റു ടാൻ 2xൻ്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ 2x ഇൻറ്റു 2xൻ്റെ ഡെറിവേറ്റീവ് 2. സോ ഇത്രയുമാണ് ആൻസർ. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കുന്നത് കോഷ്യൻ റൂളാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കോഷ്യൻ റൂളിനെ പറ്റി പഠിക്കാം.